ഹലോ ഗായ്സ്, പി എസ് സി സ്ട്രൈക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് നോക്കിയത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കി 20 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് നമ്മൾ 21ാമത്തെ ക്വസ്റ്റ്യനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണ്. അത് ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? അപ്പം ഇതിൽ ആൻസർ വരുന്നത് സി ആണ്, ജസ്റ്റിസ് ഹിദായത്തുള്ള. നമ്മുടെ ആമുഖത്തിൻ്റെ ശില്പി ആരാന്ന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖത്തിൻ്റെ ശില്പി. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം പാസ്സാക്കിയത്. ആ ലക്ഷ്യപ്രമേയമാണ് പിന്നെ നമുക്ക് ആമുഖമായിട്ട് മാറിയത്. അതുപോലെ ഈ താക്കൂർദാസ് ബാർക്ക് ഭരണഘടനയുടെ ആത്മാവെന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. അതും ശരിയാണ്. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കുന്നതാണ്. മൂന്നാമത്തെ, നിയമത്തിനു മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. അതായത് നിയമത്തിനു മുമ്പിൽ തുല്യത മൗലികാവകാശങ്ങളിൽ 14 ആർട്ടിക്കിൾ 14 പറയുന്നതാണ് നിയമത്തിനു മുമ്പിൽ തുല്യത ഏതൊരു വ്യക്തിക്കും ലഭിക്കുന്നതാണ്. അതും ശരിയാണ്. പിന്നെ പൊതു തൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നമ്മൾ ആർട്ടിക്കിൾ 16 പറയുന്നുണ്ട് പൊതു തൊഴിലിൻ്റെ അവസര സമത്വം. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഡി ആണ്. എല്ലാം ശരിയാണ്. 22 ഡി ആണ് വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 23ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിൽ നിന്നാണ്. അതുപോലെ മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. അവശിഷ്ടാധികാരങ്ങൾ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഡേഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം ഒന്നാമത്തെ ഓപ്ഷൻ. അതുപോലെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. പിന്നെ ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. പിന്നെ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ആൻസർ വരുന്നത് ഡി ആണ്, ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ഇന്ത്യൻ പൗരനാവണം, അതുപോലെ ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 25, പുസ്തകങ്ങളും അവരുടെ രചയിതാക്കളെയും കണ്ടെത്തുക. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ബി ആണ്, ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. അത് ഹംഫ്രി ബെർക്കലിയാണ് ആ ബുക്ക് എഴുതിയത്. പിന്നെ സ്പിരിറ്റ് ഓഫ് ലോസ്, അതായത് നിയമങ്ങളുടെ അന്തസത്ത, അത് വരുന്നത് മൊണ്ടസ്ക്യൂ ആണ്. അതുപോലെ ഇന്ത്യ 2020, അത് നമ്മളെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് ഇത്. പിന്നെ മൈ ട്രൂത്ത് ഡി, അത് നമ്മുടെ ഇന്ദിരാഗാന്ധിൻ്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ ഏവ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് സി ആണ്. തെറ്റായ ജോഡി സി ആണ് വരുന്നത് ആൻസർ. PK തുങ്കൻ കമ്മീഷനാണ്. PK തുങ്കൻ കമ്മീഷൻ വന്നത് 1989ലാണ്. 1989, ഇവിടെ കൊടുത്തത് 1990ലാണ്. ബാക്കിയുള്ളതൊക്കെ ശരിയാണ് വരുന്നത്. ബൽവന്ത് റായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. അടുത്ത ക്വസ്റ്റ്യൻ, ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ വരുന്നത് ഡി ആണ്, 1, 2, 3. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370
എടുത്തു കളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബർ സുപ്രീം കോടതി ശരിവെച്ചു. അത് ശരിയാണ്. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019ലാണ്. അതുപോലെ രാജതരംഗിണി കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. അതും ശരിയാണ്. രാജതരംഗിണിയാണ് കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്നത്. തെറ്റ് വരുന്നത് 4ാമത്താണ്. 2019 ജൂണിലാണ് ജമ്മു കാശ്മീർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. ഇതിന്റെ ഉത്തരം അറിയുന്നവർ ജസ്റ്റ് കമന്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ 28. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ? ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏവ എന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആൻസർ വരുന്നത് ബി ആണ്. അതായത് 10ാം പട്ടിക ഇതാണ് പെടാത്തത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 11ാം പട്ടിക, 12ാം പട്ടിക, ഇത് മൂന്നും 73ഉം 74ഉം ഭേദഗതികളിൽ പെടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്. അതായത് അഭയകിരണം പദ്ധതി അത് വിധവകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണ്. രണ്ടാമത്തെ വിദ്യാകിരണം പദ്ധതിയാണ്. അത് വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമാണ്. പിന്നെ മൂന്നാമത്തെ താലോലം പദ്ധതി, മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. താലോലം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് താലോലം. പിന്നെ വിദ്യാജ്യോതി പദ്ധതി, അതാണ് PH വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുന്നതാണ് വിദ്യാജ്യോതി പദ്ധതി. അപ്പോൾ നമുക്ക് 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? അപ്പോൾ ഇതിൽ ഓപ്ഷൻ വരുന്നത് എല്ലാം ശരിയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ്. ഇത് ആ ടൈമിന് ശരിയായിരുന്നു, പക്ഷേ ഇപ്പോൾ മാറ്റമുണ്ട്. ശാരദ മുരളീധരൻ IAS ആണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നെ കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. അത് ശരിയാണ്. അതുപോലെ കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. അതും ശരിയാണ്. പിന്നെ കേരളത്തിലെ ADGP മനോജ് കുമാർ IPS ആണ്. അപ്പം ഇതിന് ചെറിയൊരു മാറ്റമുണ്ട്. മനോജ് എബ്രഹാം IPS എന്നാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് D ആണ്. ഇവയൊന്നുമല്ല. സ്വത്തവകാശം നിയമപരമായ അവകാശമാക്കി മാറ്റിയത് 300A ആണ്. ആർട്ടിക്കിൾ 300A ആണ് അത് നിയമാവകാശമാക്കി മാറ്റിയത്. പട്ടിക 12. അപ്പം അത് മാറ്റി കൊടുത്തതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹ വാതകം ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, കാർബൺ ഡൈ ഓക്സൈഡ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, 3 മാത്രം. മനുഷ്യഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് വലത് എൻട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് സ്ഥിതി ചെയ്യുന്നത്. വലത് എൻട്രിയത്തിന്റെ വലത് മുകൾ കോണിലാണ് പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ. 2021 ഡേവിഡ് ജൂലിയസും ആൻഡേം പാറ്റാപൗറ്റിയനും ചേർന്ന് നോബൽ സമ്മാനം നേടിയത് ഏത് മേഖലയിലാണ്? അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വൈദ്യശാസ്ത്രം. അടുത്ത ക്വസ്റ്റ്യൻ 35ാമത്തെ ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് സി ആണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻ എ മലേറിയ. മലേറിയ പ്രോട്ടോസോവാണ് വരുത്തുന്നത്. പ്രോട്ടോസോവാണ് മലേറിയക്ക്. പിന്നെ ടൈഫോയിഡ് ബാക്ടീരിയ ആണ്. അതുപോലെ അസ്കാരിയാസിസ് അത് വരുന്നത് വിരകളാണ്, അസ്കാരിയാസിസ്. ജലദോഷം വൈറസ് ആണ്. ജലദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ് ആണ്. ഇനി 36ാമത്തെ ക്വസ്റ്റ്യൻ. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മിഠായി. അപ്പം പ്രമേഹ ദിനം നവംബർ 14-നാണ്. അപ്പം ശിശുദിനത്തിൻ്റെ അന്ന് തന്നെയാണ് പ്രമേഹ ദിനം വരുന്നത്. അപ്പോൾ
ഇപ്പം പ്രമേഹം കണ്ടെത്താൻ ചികിത്സാ സഹായമേകാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ചോദിച്ചാൽ മിഠായി. അടുത്ത ക്വസ്റ്റ്യൻ 37. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ആൻസർ വരുന്നത് ഡി ആണ്, ഒമിക്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത് ഏത്? പാലായന പ്രവേഗവുമായി ബന്ധമില്ലാത്തത്. ആൻസർ വരുന്നത് ബി ആണ്, പിണ്ഡം. അപ്പം ബന്ധമുള്ളത് ആരം, ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ആണ് ബന്ധമുള്ളത്. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലമാണ്. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ഉള്ള ബലം. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്, ഘർഷണ ബലം. ഇനി 40ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. അപ്പോൾ ആൻസർ വരുന്നത് ബി ആണ്, സമവർത്തുള ചലനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.